കുട്ടികളുടെ അമ്മമാരുടെ എല്ലാം വാട്സപ്പ് ഫോണിൽ കൂടി ഇയാൾ ചാറ്റിങ്. കുഞ്ഞുങ്ങളെന്നോ വലിയവരെന്നോ ഇയാൾക്ക് തിരിവില്ല. ഇയാൾക്ക് ഏതൊരു വ്യക്തിയായാലും സ്ത്രീ എന്നൊരു പടം കണ്ടാൽ മാത്രം മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അധ്യാപകം കാരണം തന്നെ എൻ്റെ കുഞ്ഞ് പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? പത്തനംതിട്ടയിൽ ഗായത്രി എന്നൊരു പെൺകുട്ടി ഇന്നലെ അവളുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തപ്പെട്ടു. ഇന്നലെ ആ പെൺകുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ആ പെൺകുട്ടി പഠിക്കുന്ന ദ്രോണ ഡിഫൻസ് അക്കാഡമിയിലെ അധ്യാപകൻ ആ പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറുമായിരുന്നു. കൂടാതെ ആ പെൺകുട്ടിയെ ഡേറ്റിങ്ങിനായിട്ട് ഹോട്ടൽ മുറിയിലേക്ക്, ആലോചിക്കണം, ഡേറ്റിങ്ങിനായിട്ട് ഹോട്ടൽ മുറിയിലേക്ക് ആ കുട്ടിയെ പലതവണ വിളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ മാത്രമല്ല, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പല പെൺകുട്ടികളോടും ഇയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. അവരെ ഈ ഒരു ഹോട്ടലിലേക്കൊക്കെ വിളിക്കുമായിരുന്നു ഡേറ്റിങ്ങിനായിട്ട്. കൂടാതെ ഈ പെൺകുട്ടിയുടെ നഗ്ന ചിത്രം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളിൽ കുറെ പേരൊക്കെ ഈ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ അറിയാത്തവരും കാണും. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ എൻ്റെ കുറച്ച് കണ്ടെത്തലുകൾ ഉണ്ട്, അതെനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ എന്താണെങ്കിലും ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന കുറച്ച് വാർത്തകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനുശേഷം എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറയാം. ഇന്നലെ ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഇന്ന് ആ പെൺകുട്ടിയുടെ അമ്മ ഇതും പറയുന്നുണ്ട്, ഇതിന്റെ കൂട്ടത്തിൽ വേറെ കുറെ കാര്യങ്ങളും കൂടെയൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും എല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. തുടക്കത്തിൽ തന്നെ വേണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഈ അമ്മ പറയുന്ന പല കാര്യങ്ങളിലും ചെറിയ ചെറിയ സംശയങ്ങൾ അവിടെ ഇവിടെയൊക്കെ തോന്നുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ വാർത്തകൾ നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. എന്നിട്ട് ബാക്കി എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ അമ്മ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ, അതോ ഇനി ഇവര് കള്ളം പറയുകയാണോ? ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ് ഇന്നൊരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അയാൾ ഒരു കള്ളനാണോ? എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ കഴിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങാം. ബാ. ഇന്ന് ഉച്ചയോടെയാണ് പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ ഗായത്രിയെ കണ്ടെത്തുന്നത്. അതിനെ തുടർന്ന് പോലീസ് എത്തി മൃതദേഹം കോന്നി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷമാണ് കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. അതിൽ നിന്നാണ് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പെൺകുട്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അഗ്നിവീർ ജോലിക്ക് പ്രവേശിക്കുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായി അടൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കായിക പരിശീലന സ്ഥാപനത്തിൽ പരിശീലനം നടത്തി വരികയായിരുന്നു. ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ തലവനായിട്ടുള്ള മുൻ സൈനിക ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തി നിരന്തരം കുട്ടികളെ മാനസിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടികളോട് വളരെ മോശമായി സംസാരിച്ചിരുന്നുവെന്നും കുട്ടിയുടെ രക്ഷിതാക്കളോട് ഉൾപ്പെടെ മോശമായി സംസാരിച്ചിരുന്നുവെന്നും ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മ ആരോപിക്കുന്നു. ഇത്തരത്തിൽ മൊബൈൽ വഴിയും ഒക്കെ തന്നെ പെൺകുട്ടികളോട് മോശമായി സംസാരിച്ചിരുന്നുവെന്നും പെൺകുട്ടിയുടെ അമ്മ ആരോപിക്കുന്നു. അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എല്ലാവരും പട്ടാളക്കാരെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളുകളാണ്. കാരണം ബഹുമാനിച്ചിരിക്കണം നമ്മൾ അവരെ. നമുക്ക് വേണ്ടി അതിർത്തിയിൽ കിടക്കുന്ന ആളുകളാണ് അവർ. മനസ്സിലായില്ലേ? ഉള്ള മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവിടെ കിടക്കുന്നവരാണ്. നമ്മൾ അവരെ ബഹുമാനിക്കണം. പക്ഷെ അവരുടെ ഇടയ്ക്ക് ഇതുപോലുള്ള ചില ചൊറിയന്മാരുണ്ട്. ഇപ്പൊ ഈ ലേഡി, അല്ലെങ്കിൽ ഈ വാർത്തകൾ വഴി നമ്മൾ അറിയുന്നത് അദ്ദേഹം എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഓക്കെ, ഒരു പട്ടാളക്കാരനാണ്, അതിന്റെ ബഹുമാനം ഞാൻ കൊടുക്കുന്നു. ആ ഒരു വ്യക്തി, അയാൾ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചു വന്ന ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പട്ടാളത്തിൽ ഇപ്പൊ നിൽക്കുന്ന ആളുകൾക്കും വിരമിച്ചു വന്ന ആളുകൾക്കും ഒരു മാനക്കേടാണ് അയാൾ ശരിക്കും ഒരു പട്ടാളക്കാരനായിരുന്നെങ്കിൽ. കാരണം അങ്ങനെ ഒരു പട്ടാളക്കാരൻ ഒരിക്കലും തൻ്റെ നാട്ടിലെ കുട്ടികളോട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കരുത്. നഗ്നചിത്രം, അതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്കറിയില്ല. അതൊന്നും പറച്ചിൽ മാത്രമാണ്. ആ പെൺകുട്ടിയുടെ അമ്മ ഇന്നലെ പറഞ്ഞതാണ്. അതൊന്നും ഇതിനായിട്ടും പോലീസുകാർ കണ്ടെത്തിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം. ഈ പറയുന്ന വ്യക്തി, ആ ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ആ ഒരു അധ്യാപകൻ, അവൻ ഇപ്പോൾ ഒളിവിലാണ്. ഒരു കാരണവുമില്ലാതെ അയാൾ ഒളിവിൽ പോകേണ്ട കാര്യമില്ല. എന്തൊക്കെയോ ഇവർ പറയുന്നതിനകത്തും സത്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഒരു രീതിയിലും അയാൾക്ക് ഒളിച്ചോടേണ്ട കാര്യമില്ല. അയാൾക്ക് നേരിട്ട് തന്നെ, ഒരു പട്ടാളക്കാരനാണ്, എന്തിനാണ് ബെയിലൂനെ പോലെ പുറകിലേക്ക് മാറി നിൽക്കുന്നത്? നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ പറയാം. അപ്പൊ അയാൾ അങ്ങനെ ഒളിച്ചോടി എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ അയാളുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഇനിയിപ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വലിയൊരു പട്ടാളക്കാരനാണെങ്കിലും അയാളെ പിടിച്ച് ഉള്ളേ തള്ളണം. അത് ഞാനിവിടെ പറഞ്ഞു പോവുകയാണ്. ബാക്കി കേൾക്കുക. എന്തായാലും അങ്ങനെ കണക്കില് കുഞ്ഞിനെ അവിടെ അഡ്മിഷൻ എടുത്ത് ഫിസിക്കലി പാസ്സായി. അങ്ങനെ അവൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലാതെ പോകുമായിരുന്നു. ഇയാൾ അതുകൂടാതെ ഈ പല പിള്ളേരെയും റേറ്റിങ്ങിനൊക്കെ റൂമിലേക്ക് വിളിക്കുക.
വേറെ ഹോട്ടൽ മുറികളിൽ റൂം എടുത്തിട്ട് ഡേറ്റിങ്ങിന് വരുന്നു. പ്രദീപ് ജി, അടൂർ ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട് റവന്യൂ ടവറി. അയാള് ആർമിയുടെ ഉദ്യോഗസ്ഥനെ, എവിടെ എന്തും അയാൾക്ക് പവർ ഉണ്ടെന്നുള്ളതില്ല. മോള് പറയുന്നത് അമ്മയെ പലരെ ഇതുപോലെ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേരെ എല്ലാം ഡേറ്റിങ്ങിന് വിളിക്കുന്നുണ്ട്, എന്നോടും പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് സാറേ അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഇവളോട് പറഞ്ഞു, നീ ഈ ക്ലാസ്സിന് വരണ്ട, നിൻ്റെ അമ്മയോട് എന്നെ വിളിക്കാൻ പറയുന്നു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇയാൾക്കൊരു ഫോണ് വാട്സപ്പ് ഉള്ളത് എടുത്തുകൂടെ? ഞാൻ ചോദിച്ചാൽ സാറിന് എന്താ കാര്യം, എന്താ? എനിക്ക് സംസാരിക്കാൻ സാധാരണ ഒരു ഫോൺ മതി. സാറിന്റെ കാര്യം നമുക്ക് പറയാം. അപ്പൊ ഈ അമ്മ വളരെ അഡമന്റ് ആയിട്ടാണ് പറയുന്നത്. അയാൾ ഒരു പ്രദീപ് ജി എന്ന് പറയുന്ന പേരാണ് അദ്ദേഹത്തിന് പറയുന്നത് ഇവര്. അപ്പം അയാൾ ഒരു ആർമി ഓഫീസറാണ്. അയാളുടെ അതിന്റെ ഒരു ആർമി ഓഫീസർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു അഹങ്കാരവും അല്ലെങ്കിൽ അതിന്റെ ഒരു ഇയാൾക്ക് ഭയങ്കര കോൺടാക്ട്സ് ഉള്ളതിന്റെ ഒരു അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഈ അദ്ദേഹം എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സോറി, ഞാനത് പറയുന്നത് ഒരു പട്ടാളം അതുകൊണ്ട് മാത്രം. പക്ഷെ ചെറ്റകൾ ഉണ്ടെന്നതായി ഇവിടെ വീണ്ടും ഇതിന് മുമ്പൊക്കെ പലപ്പോഴും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വെറും ചെറ്റയായിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ് ഇവൻ. കാരണം ആ പെൺകുട്ടിയെ മാത്രമല്ല, അവൻ റൂട്ട് ചെയ്യാൻ നോക്കിയത് പെൺകുട്ടിയുടെ അമ്മയുമാണ്. വാട്സപ്പ് ഇല്ലേ അമ്മയ്ക്ക്? ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജൊക്കെ ഞാൻ അയക്കട്ടെ? ആ ഒരു മൂഡിലുള്ള സംസാരമാണ് അവൻ ആ പെൺകുട്ടിയുടെ അമ്മയോട് സംസാരിച്ചിരിക്കുന്നത് എന്നാണ് അമ്മ പറയുന്നത്. നമുക്ക് അവർ പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ അങ്ങോട്ട് മൊത്തത്തിൽ വിഴുങ്ങാനൊന്നും പോകുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ബാക്കി നമുക്ക് കേൾക്കാം. എനിക്ക് വേറെ വാട്സപ്പ് ഉള്ള ഫോൺ വേണ്ട. ഈ കുട്ടികളുടെ അമ്മമാരുടെ എല്ലാം വാട്സപ്പ് ഫോണിൽ കൂടി ഇയാൾ ചാറ്റിങ്. കുഞ്ഞുങ്ങളെന്നോ വലിയവരെന്നോ ഇയാൾക്ക് തിരിവില്ല. ഇയാൾക്ക് ഏതൊരു വ്യക്തിയായാലും സ്ത്രീ എന്നൊരു പടം കണ്ടാൽ മാത്രം മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അധ്യാപകം കാരണം തന്നെ എൻ്റെ കുഞ്ഞ് പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാനൊരു പെറ്റമ്മയാണ് ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണാ? അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള. ഓക്കെ, അപ്പോൾ അത്രയും മതി. അപ്പോൾ അമ്മ പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ, ഒരു പെൺകുട്ടി മരിച്ചു കഴിയുമ്പോഴാണോ ഇതൊക്കെ വന്ന് പുറത്തു പറയേണ്ടത്? ഈ ഒരു അമ്മയോടും അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് സ്ത്രീകളാണ് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളോട് അയാൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അറ്റം വരെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പെൺകുട്ടി മരിച്ചു കഴിയുമ്പോഴാണോ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ആരും നേരത്തെ ഇതൊന്നും ഒരു കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ല? ഇനി പോലീസുകാർ മൈൻഡ് ചെയ്തില്ല. അതിന്റെ മേളിലോട്ടുള്ള ആൾക്കാരുണ്ട് ഇന്ന്. ഒന്നുമില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട്. ഇന്ന് വാർത്താ ചാനൽസിനെ നിങ്ങൾ വിടൂ. ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇങ്ങനെ കിടക്കുകയാണ്. ഒരൊറ്റ വീഡിയോ മതി, നിങ്ങൾ തീർന്നു. അവൻ ഏത് വലിയ പട്ടാളക്കാരനാണെങ്കിലും അവൻ ചട്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ വരുമ്പോഴാട്ടോ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു അഭിമാനം തോന്നുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഉള്ള ടോപ്പിക്കുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആരും വന്ന് പറയുന്നില്ലല്ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ വന്ന് പറയുക, നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും. ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഇതൊരു സംസാര വിഷയമാകുമ്പോഴത്തേക്ക് ഏതവനാണെങ്കിലും അവന് നല്ല മുട്ടം പണി തന്നെ കിട്ടും. ആരും ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല ഒരു രീതിയിലും. മനസ്സിലായല്ലേ? ഇത് എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് മാത്രമല്ല, നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. നമുക്കൊക്കെ പല പ്രശ്നങ്ങളും വരുന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ചർച്ചയാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ്. നിങ്ങളുടെ കുടുംബവഴക്കും കാര്യമൊന്നുമല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനും ഇവിടെ ഇരുന്ന് തൊള്ള തുറന്നേനെ. അതൊന്നുമല്ല. അതിന്റെ അപ്പുറം നിങ്ങൾ പേഴ്സണലായിട്ട് വേറൊരു സമൂഹത്തിലെ വേറൊരാൾ കാരണം നിങ്ങൾ ടോർച്ചർ അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളത് തുറന്നു പറയണം. ഈ അറ്റം വരെ വെച്ചോണ്ടിരുന്നിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബാക്കി പെൺകുട്ടികളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ട് ആരും മുന്നോട്ട് വന്ന് പറയുന്നില്ല? എന്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ ജീവൻ പോകുന്നോളം വരെ ഇതൊക്കെ വെയിറ്റ് ചെയ്ത് വെച്ചു? ഇങ്ങനെയുള്ള കുറെ സംശയങ്ങൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നി. ഓക്കെ, പിന്നെ ഈ അമ്മ വന്നിരുന്ന ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. പിന്നെ അയാൾ അയാളെ കാണുന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പിന്നെ ഒരു പോയിന്റിലെങ്കിലും ഓക്കെ അയാൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അവനെ പിടിക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം എന്ന് വിചാരിക്കുന്നത്. ഇതിപ്പോ അയാൾ ഓടിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞേനെ. അതിനുള്ള കാരണം വേറെയാണ്. നമുക്ക് അതിലേക്ക് ഇനി പോകാം. ഈ മരിച്ച പെൺകുട്ടിയുടെ ഗായത്രിയുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് മാധ്യമങ്ങളിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. അത് കുറച്ച് എന്നെ കൺഫ്യൂസ്ഡ് ആക്കി കേട്ടോ. ഈ അമ്മ വേണ്ട, അമ്മ അത് പറയേണ്ട കാര്യമില്ല. ഇന്നലെ ആ മകള് പോയതിന്റെ ഒരു വിഷമത്തിലിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് അച്ഛനെ പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റില്ല, അത് വേണ്ട. പക്ഷെ ഇന്ന് ഈ ഒരു അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി വന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ അമ്മയും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം ഈ ഒരു അച്ഛൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഇയാൾ ശരിക്കുള്ള അച്ഛനാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. അത് ഈ അമ്മ പോലും പറയുന്നത് കേട്ടിട്ട് നമുക്ക് കൺഫ്യൂസിങ് ആവുകയാണ്. എന്തായാലും നിങ്ങൾ ഇത് കേൾക്കൂ ഇദ്ദേഹം പറയുന്നത്. സംശയങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കലും അവള് ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം അത്ര ബോൾഡാണ് അവള്. എനിക്കറിയാം, കുഞ്ഞുനാൾ മുതൽ അവളെ ഞാൻ വളർത്തിയതാണ്. എന്റെ നെഞ്ചത്ത് കിടന്ന എന്റെ കുഞ്ഞു വളർന്നത്. പ്രായത്തിൽ കൂടുതൽ പക്വത ഉണ്ടായിരുന്നു.
സംശയം അത് പോലീസ് അന്വേഷിക്കണം. കാരണം ഞാൻ ഈ 1 വർഷമായിട്ട് ഈ പറയുന്ന മകളും ഞാനും പിന്നെ രാജീവായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. 1 വർഷമായിട്ട്. അത് കോന്നി പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഇവര് തന്നെയാണ് എന്നെ വേണ്ട, എൻ്റെ കൂടെ ജീവിക്കുന്നില്ല എന്നും പറഞ്ഞ് പോയത്. ഓക്കെ ചേട്ടാ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വേണ്ട, നിങ്ങളുടെ കൂടെ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയി. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിന് മുന്നേ തൊട്ട് മുമ്പ് നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 1 വർഷമായിട്ട് നിങ്ങളുടെ മോളും ഭാര്യയും രണ്ടുപേരും നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. നിങ്ങളുടെ സ്വന്തം മോളാണെങ്കിൽ നിങ്ങളോട് എന്തിനാ സംസാരിക്കാതിരിക്കുന്നത്? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ന് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തിനാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. അമ്മയ്ക്ക് വേണ്ട, മനസ്സിലായി. നിങ്ങളുടെ സ്വന്തം മകളാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനെ, എനിക്കൊന്ന് പെൺകുട്ടികൾക്ക് അമ്മമാരെക്കാട്ടിലും കൂടുതൽ അച്ഛന്മാരുമായിട്ടായിരിക്കും അറ്റാച്ച്മെന്റ് അല്ലേ? നിങ്ങൾ പറയൂ അല്ലേ? അമ്മമാരെക്കാട്ടിലും കൂടുതൽ പെൺകുട്ടികൾക്ക് അറ്റാച്ച്മെന്റ് അച്ഛന്മാരുമായിട്ടായിരിക്കും. നമുക്ക് നേരെ തിരിച്ചാ, നമുക്ക് അമ്മമാരുമായിട്ടാണ് അറ്റാച്ച്മെന്റ് ആണുങ്ങൾക്ക്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അല്ലേ? ഇത് ഈ ഒരു അച്ഛനുമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹമായിട്ട് 1 വർഷമായിട്ട് കോണ്ടാക്ട് ഉള്ളത്. അത് എന്തുകൊണ്ടാ? നിങ്ങളൊരു മോശം അച്ഛനായതുകൊണ്ടാണോ? ഇനി നിങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളൊക്കെ എനിക്ക് വന്നു. ഇതൊക്കെ പോലീസുകാർ ഈ ഒരു വിഷയത്തിൽ തെളിയിക്കണം കേട്ടോ. കാരണം കറങ്ങിത്തിരിഞ്ഞ ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണോ, ഇനിയും ഈ ഒരു അധ്യാപകൻ കാരണം മാത്രമാണോ ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്, അതോ ഇത് ആത്മഹത്യ തന്നെയാണോ എന്നുള്ള കുറച്ച് സംശയങ്ങൾ ഇനിയും വരാനുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വന്നു, നിങ്ങൾക്ക് വന്നു കാണില്ല. ഞാനിപ്പോ വരുത്തി തരാം, ബാക്കിയും കൂടെ ഒന്ന് കേക്ക്. ഈ കുഞ്ഞിന്റെ പേര് പ്രക്കാടിക്കൽ മൊത്തം എൻ്റെ അഡ്രസ്സും കാര്യങ്ങളുമാണ്. ഗായത്രി ചന്ദ്രശേഖരനാണ് അവിടെ പേര്. ഞാൻ പറഞ്ഞത് അവിടെ വിടല്ലെന്ന് പറഞ്ഞത് അത് ആ ഒരു പ്രശ്നം പറ്റിയിട്ടാണ് ഞാനും ഈ പറയുന്ന രാജീവ്, അതായത് എൻ്റെ ഭാര്യയായിട്ട് ഈ രാജീവായിട്ട് തെറ്റിപ്പോകും. ഞാൻ അന്വേഷിച്ചു, എന്നിട്ട് അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് കറക്റ്റ് അല്ല, നടത്തിപ്പിക്കാരുണ്ട്, അത് മോശമാണ്. ഞാൻ പറഞ്ഞു ഈ അഗ്നിപതിന് കുഞ്ഞ് അപ്പൊ ഈ വാൽവിന് കംപ്ലൈന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ശരിയാണ്. പക്ഷെ ആ സ്ത്രീ പറഞ്ഞത് അതായത് ശ്രീജിത്തിനെ കൊണ്ടുപോയെന്നൊക്കെ ചുമ്മാതാ. പത്തനംതിട്ട ഇവിടെ തന്നെയായിരുന്നു കാർഡിയോളജിസ്റ്റിനെ കാണിച്ചത്. അല്ല, ഞാൻ അവിടെ നമുക്ക് സുഹൃത്തുക്കളുണ്ട്, അവരൊന്നും പേര് വലിച്ചെടുക്കാൻ ഞാൻ താല്പര്യമില്ല. അവര് അന്വേഷിച്ചാണ് പറഞ്ഞു എൻ്റെ ബേബിക്കുട്ടൻ എൻ്റെ നാട്ടിലേക്ക് വിളിക്കുന്നത്, ബേബിച്ചേട്ടാ വിടണ്ട, അത് നല്ല ഇതല്ല, ലാസ്റ്റ് ബേബിച്ചേട്ടൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ പിന്നെ ലാസ്റ്റ് കൈവയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇദ്ദേഹം ഇപ്പൊ ഈ അവസാനം പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹത്തിനോടും ആരൊക്കെയോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിടണ്ട, അവിടുത്തെ ഈ അധ്യാപകൻ എന്ന് പറയുന്ന നാറി വെറും ചെറ്റയാണ് എന്നുള്ള കാര്യം നേരത്തെ ഇദ്ദേഹത്തിനെ അറിയാവുന്ന ആരൊക്കെയോ അന്വേഷിച്ച് ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫോക്കസ് ചെയ്ത ഒരു അന്വേഷണം എന്താണെങ്കിലും വേണം. കാരണം ഒരു അധ്യാപകൻ, ഇത്രയും വൃത്തികെട്ടൊരു അധ്യാപകൻ അവിടെ ഉണ്ടെങ്കിൽ അവനെ പൂട്ടണം. അതിന് ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ കാണുന്നതിനകത്ത് ഈ ഒരു അടൂരിലെ ആ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും മുന്നോട്ട് വരണം. നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു അധ്യാപകൻ വേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ട. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് മരിച്ചത്, അവൻ ഇതേപോലെ നിങ്ങളെ ഡേറ്റിങ്ങിന് വിളിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എങ്ങനെ എന്നാലും ഈ കുട്ടിയുടെ നഗ്ന ഫോട്ടോയൊക്കെ അയാളുടെ കിട്ടിയെന്ന് ഈ അമ്മ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. അതെങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ അയാളുടെ കിട്ടി? ഒരു സംശയമാണത്, ഒരു ചോദ്യചിഹ്നമാണത്. അപ്പോൾ എന്തായാലും അത് നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ ഞാനിപ്പോ ഈ കുറച്ച് നിങ്ങളെ കേൾപ്പിച്ചുള്ളൂ. നമുക്ക് ന്യൂസ് ചാനൽസിന്റെ അധികം അങ്ങോട്ട് വീഡിയോ എടുത്ത് ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. അതാണ് എനിക്കിതിനകത്ത് സംശയം. ഈ കുട്ടി ആത്മഹത്യയാണോ? പ്രത്യേകിച്ച് ഈ ഒരു പറഞ്ഞ ഈ അധ്യാപകൻ കാരണം മാത്രമായിട്ട് ആത്മഹത്യ ചെയ്തതാണോ, അതോ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു കളിയുണ്ടോ എന്ന് എനിക്ക് തോന്നാൻ കാരണം, ഈ അച്ഛൻ എന്ന് പറഞ്ഞ് വന്ന് സംസാരിക്കുന്ന ഈ വ്യക്തി പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ അമ്മ അവര് ഇപ്പൊ വേറൊരാളുമായിട്ടാണ് താമസിക്കുന്നത്. ആ ആളുമായിട്ട്, അയാളുടെ പേര് ഞാൻ വിട്ടുപോയി, എന്താണെങ്കിലും ആകാശ് അശോക് അങ്ങനെ എന്തോ ഒരു പേരാണ്. അപ്പം അയാളുമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ അയാളുമായിട്ട് താമസിക്കുന്നു. അയാൾ ഒരു ലോറി ഡ്രൈവറാണ്. ഈ പെൺകുട്ടി മരിക്കുന്ന അന്ന് രാവിലെ വരെ ഇയാൾ ആ വീട്ടിലുണ്ടായിരുന്നു. അന്ന് ഈ പെൺകുട്ടിയുടെ ബോഡിയൊക്കെ പോലീസുകാർ അവിടെ പോയി എല്ലാം കാണുന്ന ഒരു ടൈമിൽ, അതിന് മുമ്പ് ഇയാൾ അന്ന് രാവിലെ ഇയാൾ അവിടുന്ന് പോയി, ഗോവയ്ക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അച്ഛൻ എന്ന് പറഞ്ഞു വരുന്ന സംസാരിക്കുന്ന ഈ ഒരു വ്യക്തി ഇയാളോട് അവിടെ അടുത്തുള്ള ആളുകൾ പറഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷെ അമ്മ പറയുന്നത് ആ അച്ഛൻ അവിടെ ഇല്ല, ആ അച്ഛൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഗോവയ്ക്ക് പോയി എന്നുള്ളതാണ്. ഇത് പോലീസുകാരൊന്ന് തിരക്കണം, മനസ്സിലായില്ല? ഇത് അന്വേഷിച്ചേ പറ്റുള്ളൂ. കാരണം ആ പെൺകുട്ടിയുടെ, അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പ്രോപ്പറായിട്ട് ആരാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ പെൺകുട്ടിയുടെ അമ്മ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അതും കൂടി ഒന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പൊ നിങ്ങൾക്കൊന്ന് കണക്ട് ആവും. ഇതാ കേട്ടോളൂ. ഇത്രയും ദിവസം ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് ഇവിടെ രണ്ടാമത്തെ അച്ഛൻ അറിയുന്നത്. അതായത് അവിടെ പേരിന്റെ അറ്റത്ത് ചന്ദ്രശേഖരൻ എന്നുള്ളത്, അയാൾ അച്ഛനല്ല,
അയാൾ ചൊവ്വേന്നേരം ചെലവിന് കൊടുത്തിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് തന്നെ എന്റെ മക്കളെ വളർത്തി. ഓക്കെ, ചേച്ചി കഷ്ടപ്പെട്ടായിരിക്കും ചേച്ചിയുടെ മക്കളെ വളർത്തിയത്. എനിക്ക് അപ്പോഴും ഒരു ഡൗട്ടാണ്. നിങ്ങൾ തന്നെ പറഞ്ഞതാണ് ഇവരുടെ രണ്ടാമച്ചനായിട്ടുള്ള ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ പേരൊക്കെയാണ് എവിടേക്കോ എന്താണ് ഐഡന്റിറ്റി കാർഡും എല്ലായിടത്തും ഉള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇദ്ദേഹത്തിന്റെ നിങ്ങളുടെ രണ്ടാം ഭർത്താവാണോ ഈ വ്യക്തി, ഇപ്പൊ ഈ വന്ന് നമ്മളോടൊക്കെ സംസാരിച്ച ആ ഒരു വ്യക്തി? അപ്പൊ ഈ കുട്ടി എത്രാമത്തെ ആരുടെ മകളാണ്? അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം. മനസ്സിലായില്ലേ? ഇവർ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ അതുകൂടെ കേൾക്കും, എന്നിട്ട് ഞാൻ പറയാം. വാടകപ്പരയായിരുന്നു. ഓരോ വാടകപ്പര മാറുമ്പോഴും ഞാൻ അധ്വാനിക്കുന്നതിന്റെ ചെറിയൊരു തുക ഞാൻ കൂട്ടിവെച്ച എന്റെ കുഞ്ഞിനെ കുമ്പഴ കവിത നിൽക്കുമ്പോൾ ആഴ്ചയിൽ എനിക്ക് ശമ്പളം കിട്ടുന്നത്. ആഴ്ചയിൽ കിട്ടുമ്പോൾ ഞാൻ മാറ്റി വെക്കും. ഇയാൾക്ക് കുടിക്കാൻ കൊടുക്കണം, ഇയാളുടെ തറവാടിത്തിന് മൊത്തം കൊടുക്കത്തില്ല. അതിന് സ്ഥിരം മഴക്കം നടക്കുമായിരുന്നു. ഇയാൾക്കറിയാം എനിക്ക് 2 മക്കളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ കൂടിയത്. പിന്നെ ഇപ്പൊ എന്റെ മോൾ അയാളെ മോളാണെന്നും പറഞ്ഞുകൊണ്ട് ഈ SP-ക്കും DGP-ക്കും IG-ക്കും ഒക്കെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. ചിറ്റാറ് പഞ്ചായത്ത് മൊത്തം അറിയാം, കോന്നി അരുവാപ്പലം പഞ്ചായത്ത് മൊത്തം അറിയാം, സ്കൂളുകാർക്കറിയാം, ലോകത്ത് ആർക്കും അറിയത്തില്ലാത്തവരില്ല. അത് അയാളുടെ മോളല്ല. പിന്നെ എന്തിനു വേണ്ടി പിടിക്കുക അയാള്? കൂട്ടുകാർ മിച്ചഭൂമിയിലുള്ള നേരത്തെ യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എനിക്കറിയത്തില്ല, ചന്ദ്രശേഖരൻ, അല്ലാത്ത പേര് ബേബിക്കുട്ടൻ. ഏത് രാഷ്ട്രീയത്തിനായാലും അവർക്കും ഉണ്ടല്ലോ മക്കളും കുട്ടിയും പെണ്ണുപിള്ളയൊക്കെ, അവർക്കും മാനമില്ലയോ? ചേച്ചി അപ്പൊ പറയുന്നത് ചിറ്റാറ് പഞ്ചായത്തുകാർക്കും സ്കൂളുകാർക്കും ഒക്കെ അറിയാം അയാളല്ല, ഇപ്പൊ നമ്മളോട് വന്ന സംസാരിച്ച ആ ഒരു വ്യക്തിയല്ല ആ ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ എന്ന് അവർക്കെല്ലാവർക്കും അറിയാമെന്നാണ് ഈ ചേച്ചി പറയുന്നത്. അപ്പൊ ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ ആരാണ്? എന്റെ ചോദ്യം അതാണ്. ഇപ്പൊ നിങ്ങളുടെ കൂടെ ഒരു ആദർശം എന്നാന്ന് തോന്നുന്നു അയാളുടെ പേര്, ഒരാൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റ് പേര് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, വിട്ടേക്കിനി, ഞാൻ ഇനി തെറ്റിച്ചെന്ന് വേണ്ട. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ കൂടെ ഉള്ള ആള് ഗോവയ്ക്ക് പോയ ആ ലോറിക്കാരൻ ചേട്ടൻ, ആ ചേട്ടനാണോ ഈ കുട്ടിയുടെ അച്ഛൻ? എനിക്കറിയില്ല, നിങ്ങൾ അതും പറയുന്നില്ല എങ്ങും. ഈ കുട്ടിയുടെ അച്ഛൻ ആരാന്ന് പ്രോപ്പർ ആയിട്ട് എങ്ങും പറയുന്നില്ല. ഞാൻ കുറെ ന്യൂസ് ചാനൽസിലെ വാർത്തകൾ നോക്കി, എങ്ങും ഞാൻ കേട്ടിട്ടില്ല ആരാണ് ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ എന്ന് പ്രോപ്പർ ആയിട്ട് ഇവർ പറയുന്നില്ല. പിന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്, എന്തോ എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു മടി തോന്നി. പിന്നെ പോലീസുകാരോടാണ്, ആ ഒളിച്ചോടിപ്പോയ അധ്യാപകനെ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അവൻ ഇതിനകത്ത് എന്തെങ്കിലും ഈ കുട്ടിയോട് ഇങ്ങനെ ഡേറ്റിങ്ങിനും പരിപാടിക്കും ഒക്കെ വിളിച്ച് വരുത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ആ കുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ 2 ഇടിയും കൊടുത്ത് വേണം അവനോട് സംസാരിക്കാൻ, ആ ഒരു പട്ടാളക്കാരനോട്. കാരണം ഒരിക്കലും ഒരു പട്ടാളക്കാരൻ, ഇവിടെ കുറെ നാറുകൾ കാണിക്കുന്നുണ്ട്, ഒരു പട്ടാളക്കാരൻ ഒരിക്കലും ഈ വൃത്തികേട് കാണിക്കാൻ പാടില്ലായിരുന്നു. ഇനി മുമ്പേ കാണിച്ച പല വൃത്തികേടുകളും കാണിച്ചവന്മാരുണ്ട്. അതുപോലുള്ള ഒരുത്തനായിട്ട് ഇനി ഇവനെ എടുത്ത് തലയിൽ കയറ്റാൻ വയ്യാത്തോണ്ട. അതുകൊണ്ട് ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് നല്ല ശിക്ഷ കിട്ടണം. അതുപോലെ തന്നെ ഈ അച്ഛനെന്ന് പറഞ്ഞ് വന്ന് സംസാരിക്കുന്ന വ്യക്തി പറയുന്ന കാര്യം, അതായത് അന്ന് രാവിലെ ഈ പെൺകുട്ടി മരിക്കുന്ന അന്ന് രാവിലെയാണോ ഇപ്പൊ ഇവരുടെ കൂടെയുള്ള ആ ഒരു ഭർത്താവ് അല്ലെങ്കിൽ കൂടെയുള്ള ആ ഒരു വ്യക്തി അയാൾ ആ ഒരു വീട്ടിൽ നിന്ന് പോയത്? ഇതും കൂടെ തിരക്കണം. അങ്ങനെ അന്ന് രാവിലെയാണ് അയാൾ പോയതെങ്കിൽ അതിലും എന്തോ ഒരു നമുക്കങ്ങോട്ട് ദഹിക്കാൻ പറ്റാത്ത ഒരു കാരണം അതിന്റെ പുറകിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലും കൂടെ 2 രീതിയിൽ മാത്രം ഇനി കേസ് അന്വേഷിച്ചാൽ മതി. ഒന്ന്, ആ പട്ടാളക്കാരൻ ഓടിപ്പോയവനെ ഇങ്ങനെ പൊക്കുക, മനസ്സിലായില്ലേ? പിന്നെ ഈ ഇപ്പൊ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ലോറിക്കാരൻ ചേട്ടൻ, അയാളെയും പൊക്കുക. 2നെയും പൊക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാര്യം കിട്ടും, എന്തിനാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നുള്ളത്. ഇനി ആത്മഹത്യയാണോ, ഇനി ഈ ലോറി കൊണ്ട് പോകുന്ന ദിവസം ആ കൊച്ചിനെ വല്ലതും ചെയ്ത് കെട്ടി തൂക്കിയതാണോ എന്നൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ളവന്മാർ ഇനി ഈ നാട്ടിൽ വേണ്ട. കാരണം ഒരുപാടാവുന്നുണ്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാർ ഒരുപാട് കൂടുകയാണ്. കുറച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? മറ്റേ 24 മണിക്കൂറും കണ്ണ് വരെ പൊതിഞ്ഞോണ്ടൊക്കെ നടക്കേണ്ട വരും. ഇതുവഴി ക്യാമറ വന്ന്, എനിക്കറിയില്ല, ഈ നഗ്നചിത്രത്തിന്റെ കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ? അതൊക്കെ നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് എങ്ങാനും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും അങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടിയുടെ മാത്രമായിരിക്കില്ല, വേറെ ഒരുപാട് പേരുടെ കാണും. പൊക്കണോ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പൊക്കണം. ഇതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വൈൽഡ് ഗസ്സസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വാർത്ത കേട്ടപ്പോൾ, ഇല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആരെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങനെ ചെയ്യുക.